ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇപ്പോൾ ബെൽജിയത്തിലാണ്. ഇന്നലെ ഇപ്പോൾ നെതർലാൻഡ്സിൽ ലോഡ് കയറ്റി കഴിഞ്ഞു. നമുക്കപ്പോൾ ഇന്ന് രാവിലെ 11 മണിക്കായിരുന്നു ലോഡ് പറഞ്ഞിരുന്നത്. Gira a la izquierda en Selianstraat, después gira a la derecha por la primera calle. ആ പുള്ളിയാണ് പോകട്ടെ. Evita cortes de carreteras en A63 y más adelante. Vas por la ruta más rápida. Deberías llegar a tu destino a las 5:16 de la madrugada. നമ്മുടെ അപ്പോൾ ലോഡിങ് കഴിഞ്ഞു. പേപ്പർ എടുത്തു. ഇതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇടത്തോട്ട് പോകാം. നമ്മൾ വന്ന് കയറിയ റൂട്ട് ഇതാണ്. അതിൽ പോണതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ഗ്രാമം കയറിയിട്ടാണ് പോണത്. നമുക്കിപ്പോൾ നൈസായിട്ട് ഈ വഴിക്ക് തന്നെ പോകാൻ നോക്കാം. Gira a la derecha en la número 38. Dentro de 100 metros, gira a la izquierda hacia Blanderette. Gira a la izquierda hacia Blanderette. ഇതിൽ പോവാൻ എനിക്കൊരു പേടി. Gira a la derecha hacia Westwood. Luego haz un cambio de sentido. കാമ്പിയോ ദ സെൻറ്റീതോ അടിക്കില്ല. കാമ്പിയോ ദ സെൻറ്റീതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരാനാണ്. നമുക്ക് തൽക്കാലത്ത് ഈ ഹൈവേ വഴി പോവാം. നമ്മളപ്പോൾ ഇന്ന് രാവിലെ ഈ വഴിക്ക് വന്നത്. നമുക്ക് ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു ലോഡിങ്. അപ്പോൾ നമ്മൾ ഇന്നലെ കാലത്ത് ഇവിടെ ഇപ്പോൾ സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുക ഇവരുടെ ഫ്രാൻസിൽ ഈ അഗ്രികൾച്ചർ ടീംസിൻ്റെ. അപ്പോൾ അതിൻ്റെ പേരിൽ ചിലതൊക്കെ അടച്ചിട്ടുണ്ട്, ചിലതൊക്കെ തുറന്നിട്ടുണ്ട്. അറിയില്ലേ, ഫോൺ വഴിക്ക് വന്നോട് വെച്ച് കാണാം. അത് മാത്രമേ ചെയ്യാനുള്ളൂ. ഇതിലൊക്കെ പോവാന്നാണ് പറയണത്. പക്ഷെ ഒരു പിടുത്തം കണ്ടുള്ള എനിക്ക്. നമുക്കപ്പോൾ നേരെ പോകണതായിരിക്കും നല്ലത്. അപ്പം ഇതൊരു നാഷണൽ റൂട്ടാണ് ഇവിടുത്തെ. നാഷണൽ റൂട്ടല്ല, ഇവിടേക്ക് വരാനായിട്ട് N38 ബെൽജിയത്തിൽ. ഇവിടെ നിന്ന് ഒരു 1 മണിക്കൂർ യാത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രാൻസിൻ്റെ ബോർഡറിലേക്ക് എത്താം. അപ്പോൾ ഇന്നലെ രാവിലെ നമ്മൾ നെതർലാൻഡ്സിന് ലോഡ് ഇറക്കി. നെതർലാൻഡ്സിൽ നിന്ന് തന്നെ 4 പാക്കറ്റ് കയറ്റാണ്ടായിരുന്നു, 4 പലറ്റ്. രണ്ടാമത് വന്നിട്ട് ബെൽജിയത്തിൽ നിന്നായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് വന്ന് കയറ്റി.
സത്യത്തിൽ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എത്രയാണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇപ്പം ഇന്ന് കാലത്ത് വന്നപ്പോൾ ഒരു ട്രെയിലറിൻ്റെ പറയാമെന്ന്. ഈ പുള്ളിയുടെ പറയ പിടിക്കാതെ നല്ലത്. Salve la rotonda por la segunda salida. അപ്പം നമ്മളിന്നിപ്പോൾ പറഞ്ഞ വഴിക്ക് ബെൽജിയത്തിൻ്റെ അതിൽ നിന്ന് ഒരു കാപ്പിയും എടുത്തു. നല്ല കാപ്പി. സമയം കിട്ടിയില്ല കാപ്പി ഉണ്ടാക്കാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്തേനെ. ഇവിടുന്ന് കാര്യങ്ങളെല്ലാം ഇപ്പം ഭംഗിയിരുന്ന് പോയിക്കൊണ്ടിരിക്കുന്നേ. പക്ഷേ നമുക്കറിയില്ല എന്ത് തരത്തിലുള്ള ബ്ലോക്ക് എവിടെയൊക്കെയാണ് ഫ്രാൻസിൽ കൊണ്ട് വെച്ചേക്കണേന്ന്. Dentro de 500 metros, en la rotonda, toma la segunda salida y continúa por Nordring. Salve la rotonda por la segunda salida por Nordring. ഇപ്പോൾ സമയം വന്നിട്ട് രാവിലെ 9:30 കഴിഞ്ഞിട്ടുള്ളൂ. ഞാനപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് വരുന്ന വഴിക്ക് കാലത്ത് തന്നെ വെളുപ്പിന് ഒരു 6 മണിയാകുമ്പോൾ പോയി കുളിച്ച് 6 മണി അല്ല 7 മണി വണ്ടി എടുത്ത് അങ്ങോട്ട് പോകുന്നുള്ളൂ. അങ്ങനെ ഇവിടെ വന്ന് ലോഡ് വരുന്ന സമയത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പാടില്ല, വണ്ടിയുടെ അകത്ത് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ ക്യാബിലിരിക്കണം ഡ്രൈവർമാരുടെ. നമ്മളപ്പോൾ ആ സമയത്ത് അരമണിക്കൂർ റെസ്റ്റ് കൊടുത്തു. റെസ്റ്റ് എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഏതിലേ പറയണേ, ഇതിൽ ഇങ്ങോട്ടൊരു റൂട്ട് പറയാനുണ്ട്. ഇല്ല പറ്റില്ല, അത് ഗ്രാമങ്ങൾ കയറി പോണതാ. ഒരു കോഴി നമ്മളിപ്പോൾ പോകുന്നത് 19. അതെ, ലീജ കവർ ചെയ്ത് തന്നെ പോണം. ലില്ലി എന്ന് പറയും. ബെൽജിയവും ഫ്രാൻസും തമ്മിലുള്ള ബോർഡറാണ്. നമുക്കപ്പോൾ ഇനി ഇവിടെ നിന്നൊരു 8:40 കിലോമീറ്റർ മണിക്കൂർ വണ്ടി ഓടിക്കാനുള്ളത്.
ഇവിടെ നിന്ന് നേരെ ക്രോസ് ചെയ്ത് പോകണം. ഈ പുള്ളി രാവിലെ കടകളൊക്കെ തുറന്ന കാലത്ത് നല്ല മഴയായിരുന്നു, നല്ല ഹെവി മഴ. ഇവിടെ നിന്ന് ഇനി ഫ്രാൻസിലേക്ക് ഇത് കവർ ചെയ്ത് കയറണത് ശരിക്കും ഫ്രാൻസിലേക്ക് നമ്മൾ കയറണത്. ഫ്രാൻസിലാണ് ഈ ജാതി ആളുകൂലത്ത് മുഴുവൻ. ചില സ്ഥലങ്ങളിലൊക്കെ കാലത്ത് 7 തൊട്ട് വൈകിട്ട് 7 വരെ അടച്ചിട്ടേക്കാന്ന് പറഞ്ഞത്. ഒന്നും ചെയ്യാനില്ല, അവിടെ കിടക്കാം. ഇതൊരു അകത്തോട്ട് കയറിയിട്ടാണ് ഇത് നമ്മൾ ഇന്നൊരു കാലത്തിൽ ഓട് കയറ്റാൻ പോയത്. ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അന്നത്തെ എൻ്റെ ഓർമ്മ അനുസരിച്ചിട്ട് അന്നും താമസിച്ചായിരുന്നു നമുക്ക് ലോഡ് നമ്മൾ നേരത്തെ ഒന്ന് കയറ്റി പോയി. അതിൻ്റെ ഓർമ്മയിലാണ് നമ്മളിന്ന് കാലത്ത് തന്നെ പോകുന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ A19 എടുക്കണം. സാധാരണ ഇതിൽ നമ്മൾ ഇതുപോലെ ഇത് വരില്ലേ, സെമാഫറൊക്കെ ഒരു മിനിറ്റ് 30 സെക്കൻഡിൽ കൂടുതൽ കിട്ടാന്ന് വെച്ചാൽ 32 സെക്കൻഡൊക്കെ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെസ്റ്റ് കയറ്റിയിടും വണ്ടി, ഡിസ്ക് വണ്ടിക്കാൻ വേണ്ടിയിട്ടത്. Toma la entrada a la derecha por la A19 en dirección Reggae. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ കഴിയുമ്പോൾ 1.5 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ നേരെ ഹൈവേയിൽ കയറും. അങ്ങനെ നമ്മൾ ഹൈവേയിലേക്ക് കയറണം. അത്യാവശ്യം ലോഡുണ്ട്, ചാവട്ടി പിടിച്ച് പോകാൻ പറ്റില്ല എന്തായാലും. Continúa por A19 20 kilómetros. ഇനി ഇവിടുന്ന് 20 കിലോമീറ്റർ കയറി നമ്മളവിടെ നിന്ന് നേരെ ലില്ലി കയറണം.
നമ്മൾ ഇന്ന് വന്ന സമയത്ത് രാവിലെ 10 മണി വരെ ഓവർടേക്കിങ് പാടില്ല എന്ന് പറഞ്ഞിരുന്നത്. ഇനി പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാവധാനം പയ്യനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ ഇന്നത്തെ കാലത്തെ പരിപാടികൾ. ഇപ്പം സാവധാനം നമുക്ക് ഓവർടേക്കൊക്കെ ചെയ്ത് മന്ദം നീങ്ങാം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. എന്തായാലും സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.